എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇവിടെ ആ ഒരു മത്സരം നടന്നിരുന്ന കോത അത് കാണാനില്ല. അത് പൂർണ്ണമായിട്ടും തകർന്ന് എന്റെ അടിയിലേക്ക് പോയിരിക്കുകയാണ്. ആങ്കറും നമ്മുടെ ആൾക്കാരും ജനങ്ങളും എല്ലാവരും ഇപ്പൊ ഗോക്കുയെ നോക്കും. അവൻ ആ കുഴിക്കകത്ത് പെട്ടുപോയിരിക്കുമോ, ഗോക്കുവിന്റെ കാറ്റ് പോയിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് മൊട്ടപ്പനടക്കം എല്ലാവരും പാനിക് ആവുകയാണ്. ഉടനെ മാസ്റ്റർ റോഷി ആണെങ്കിൽ മൊട്ടപ്പനെ സമാധാനിപ്പിക്കും. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഗോക്കുവെ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ ആ കുഞ്ഞിപ്പയ്യനും മുകളിലേക്ക് നോക്കും. ഗോക്കു അവൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ക്യാമറ സൂം ചെയ്ത് സ്കൈയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഗോക്കു അവൻ അങ്ങനെ സ്കൈയിൽ പറന്ന് നടക്കുകയാണ്. ആങ്കറാണെങ്കിൽ ബൈനോക്കുലറൊക്കെ വെച്ച് മുകളിലേക്ക് നോക്കും. ഗോക്കു സേഫ് ആയിട്ടിരിക്കുന്ന കാര്യം എല്ലാവരും അറിയിക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഫ്ലൈ ചെയ്ത് ഇപ്പൊ മുകളിലേക്ക് ഗോക്കുവിന്റെ തൊട്ട് മുൻപിലേക്ക് വരികയാണ്. നീ സത്യത്തിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഇത്രയും വലിയ പവറിൽ നിന്നും നീ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഗോക്കു പറയും, അതെ, ഇങ്ങനെയുള്ള പവറുകൾ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഞാൻ തോറ്റു തരില്ല എന്ന് പറഞ്ഞ് ആ ഹാമേ പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ ഗോക്കു തയ്യാറാവും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടുകയാണ്. ഓ നോ, ഇത്രയധികം ഫൈറ്റ് ചെയ്തിട്ടും ഇത്രയധികം അറ്റാക്കിൽ പെട്ടുപോയിട്ടും പവറിനും എനർജിക്കും യാതൊരു കുറവുമില്ലേ? നീ വീണ്ടും ആ പവർ തന്നെ എനിക്ക് നേരെ ഉപയോഗിക്കുകയാണോ? പക്ഷെ അടുത്ത നിമിഷം ഗോക്കുവിനെ ഞെട്ടിച്ചുകൊണ്ട് ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവനെ പരിഹസിച്ചിരിക്കും. നിനക്ക് ഈ ഒരൊറ്റ പവർ മാത്രമേ അറിയുള്ളൂ. പവർ കൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ മാസ്റ്റർ റോഷി പറയും, ഇപ്പൊ ഗോക്കു എടുക്കാൻ പോകുന്ന മൂവ്മെന്റ് അത് വളരെ മോശമാണ്. അപ്പനാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നിങ്ങളല്ലേ അല്പം മുൻപ് പറഞ്ഞത് ഗോക്കു അവൻ എക്സ്ട്രാ ഓർഡിനറി ആണെന്ന്. സോ അവൻ നല്ല രീതിയിൽ മാത്രമേ ഫൈറ്റ് ചെയ്യൂ. അവന്റെ സ്ട്രെങ്ത്തിലും പവറിലും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് ഇപ്പൊ നമ്മുടെ മൊട്ടപ്പൻ അടിച്ചു പറയും. ഗോക്കു ആണെങ്കിൽ എല്ലാവർക്കും ഒരു വമ്പ സർപ്രൈസ് കൊടുത്തുകൊണ്ട് ആ ഹാമേ പവർ അത് ഓപ്പോസിറ്റ് സൈഡിൽ ഉപയോഗിച്ച് അതിന്റെ ഫോഴ്സിൽ ഇപ്പോ മാർഷൽ ആർട്സ് മാന് നേരെ ചീറി പാഞ്ഞു വരും. ഗോക്കു ആണെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് എടുക്കുമെന്ന് അതാരും തന്നെ പ്രതീക്ഷിച്ചതല്ല. മാസ്റ്റർ റോഷി ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഓ നോ, ഗോക്കു അവൻ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇവിടെ ഗോക്കു അവൻ ക്ഷണം നേരം കൊണ്ട് പറന്നു വന്ന് മാർഷൽ ആർട്സ് മാന്റെ ബോഡിയിൽ ഒരൊറ്റ ഇട്ടി. ആ ഒരു ഇടിയിൽ അവൻ നുറുങ്ങി താഴേക്ക് പതിക്കുകയാണ്. ഇപ്പയ്യനും ആങ്കറും ജനങ്ങളും എല്ലാവരും അങ്ങനെ ഒരു മൂവ്മെന്റ് അത് പ്രതീക്ഷിച്ചതേ ഇല്ല. ഇവിടെ ആങ്കർ ആണെങ്കിൽ ഒരു ടാബ്ലറ്റ് എടുത്ത് അത് ഫ്ലൈറ്റ് ആക്കി മാറ്റും. അതിനുശേഷം ആരാണ് ആദ്യം തറയിൽ പതിക്കുന്നതെന്ന് അറിയാനായിട്ട് അവരുടെ അടുത്തേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ ഹാമേ പവർ അത് വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കും. പക്ഷെ അവനിപ്പോൾ സ്ട്രെങ്ത് ഇല്ല, ആ പവർ വർക്കൗട്ട് ആവില്ല. ആങ്കർ അവരുടെ അടുത്തേക്ക് എത്തി മത്സരത്തിന്റെ ഓരോരോ സെക്കൻഡുകളും വിവരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആരാണ് ആദ്യം നിലത്ത് പതിക്കുക, അവരാണ് ഈ ഗെയിമിൽ തോൽപ്പിക്കുക. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ ഗോക്കു അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിൽ പോയി ഇടിച്ച് ആദ്യം തറയിൽ പതിക്കും. രണ്ടാമതായിട്ട് മാർഷൽ ആർട്സ് മാനും. ആങ്കർ ആണെങ്കിൽ മൈക്കിലൂടെ അനൗൺസ് ചെയ്യും, ഇത്തവണത്തെ ഈ ഒരു വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ ജയിച്ചത് അത് മറ്റാരുമല്ല, ആ മാർഷൽ ആർട്സ് മാൻ. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ആ ഒരു വാർത്ത കേട്ട് ഒരുപാട് സന്തോഷം തോന്നും. പക്ഷെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് അവർക്ക് ഏറ്റ ഒരു വലിയ പ്രഹരമായിട്ട് തോന്നും. മൊട്ടപ്പനാണെങ്കിൽ അത് സഹിക്കില്ല. അവൻ ചാടി എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ തലയിലൊക്കെ ചവിട്ടി ഉഷാറായിട്ട് ഇപ്പൊ ഗോക്കുവെ ലക്ഷ്യമാക്കി ഓടും. ഇവിടെ ഗോക്കുവിനാണെങ്കിൽ യാതൊരു അനക്കവുമില്ല. തൊട്ടടുത്തായി മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ മുരച്ച് അങ്ങനെ വീണ് കിടക്കുകയാണ്. മൊട്ടപ്പന് പിന്നാലെ ഇപ്പൊ ബുൽമയും ഹാൻസം ബോയും അവർ രണ്ടുപേരും ഗോക്കുവെ അന്വേഷിച്ച് പോവാണ്. ഇവിടെ ലോഞ്ച് ആണെങ്കിൽ അവളുടെ തോക്കെടുത്ത് അങ്ങനെ ചന്നം പിന്നെ വെടിവെച്ച് അവർക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കും. അവർ പോയതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ അവിടെയുള്ള ജനങ്ങള് നമ്മുടെ ആൾക്കാരെ തേടി അങ്ങനെ ഉഷാറായിട്ട് ഓടുകയാണ്. ഗോക്കു ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കും. അവന്റെ തൊട്ട് മുൻപിൽ മൊട്ടപ്പൻ നിൽക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോക്കുവെ നോക്കി ഒരുപാട് സന്തോഷത്തിൽ ചിരിക്കും. അത് കാണുമ്പോൾ ഗോക്കുവിനും ഭയങ്കര സന്തോഷം. ഓപ്പോസിറ്റ് സൈഡ് ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് നിൽക്കും. അവന് ചുറ്റും ഒരുപാട് ജനങ്ങൾ അങ്ങനെ റൗണ്ട് ചെയ്ത് അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവന്റെ വിജയം അവരാഘോഷിക്കുകയാണ്. ആദ്യമായിട്ടാണ് ജനങ്ങൾ എല്ലാവരും പോസിറ്റീവായിട്ട് അവനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് വല്ലാത്തൊരു അൺകംഫർട്ടബിൾ അത് ഫീൽ ചെയ്യും. ഉടനെ മാസ്റ്റർ റോഷി ആണെങ്കിൽ അവിടേക്ക് വന്ന് അവൻ ഇന്നർ മൈൻഡ് കണക്ട് ചെയ്ത് അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ആക്ച്വലി ഈ വിജയം അത് നിന്റെ തന്നെയാണ്, നിനക്ക് തീർച്ചയായിട്ടും ഇത് ആഘോഷിക്കാം. നിന്റെ മാസ്റ്റർ നിന്നെ മോശമായിട്ടുള്ള വഴികളിലൂടെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതൊന്നും ഉപയോഗിക്കാതെ നീ മത്സരിച്ച് ജയിച്ചു. ഇത് ശരിക്കും നീ ഡിസേർവിംഗ് തന്നെയാണ്. നീ ഇപ്പൊ ജയിച്ചിരിക്കുന്നത് നിന്റെ കഴിവുകൊണ്ട് മാത്രമാണ്. ഇതൊരു പോസിറ്റീവ് വിജയമാണ്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ മാർഷൽ ആർട്സ് മാനും ചില ചേഞ്ച് അവനിൽ തന്നെ തോന്നി. അവൻ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഇവിടെ ഗോക്കുവിനെയും ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ ഒരു കപ്പട മീശക്കാരൻ തൂക്കിയെടുത്ത് ഗോക്കുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഗോക്കുവിനെ വേറൊരാളും തൂക്കിയെടുത്ത് അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ്. പോവുകയാണെങ്കിൽ ഉച്ചത്തിൽ കൈതട്ടും. അത് കേട്ട് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ക്ലാപ്പ് ചെയ്യാണ്. ഗോക്കുവിന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും ആഹ്ലാദവും. അവനാണെങ്കിൽ ഇപ്പോ ആ മാർഷൽ ആർട്സ് മാനെ നോക്കി ചിരിക്കും. ആളും അവനെ നോക്കി പതിയെ ചിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ മൊട്ടപ്പൻ അവനാണെങ്കിൽ പൈപ്പിനടുത്തേക്ക് വന്ന് ഗോക്കുവിന് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് അത് കുടിക്കും. മാസ്റ്റർ ആണെങ്കിൽ ഗോക്കുയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. ഞാൻ പഠിപ്പിച്ചതിലും പല കാര്യങ്ങളും നീ ഒറ്റയ്ക്ക് പഠിച്ചെടുത്ത് കഴിഞ്ഞു. നിന്റെ സ്ട്രെങ്ത്തിന് മുൻപിൽ ആരും ഇപ്പോ
വെല്ലുവിളിക്കാനായിട്ട് ഉണ്ടാവില്ല. മൊട്ടപ്പനും അത് തന്നെ ഗോകുവിനോട് പറയും. ഗോകുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഹാപ്പി ആയിട്ട് കൈ ഉയർത്തും. അടുത്ത നിമിഷം അവന്റെ ഡ്രസ്സ് കയറി പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ അവന്റെ ഡ്രസ്സ് ഗോകുവിന് കൊടുക്കും. നിനക്ക് എന്റെ ഡ്രസ്സ് ഉപയോഗിക്കാന്ന് പറയും. അപ്പോഴായിരിക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ മാർഷൽ ആർട്സ് മാനും കുഞ്ഞിപ്പയ്യനും രണ്ടുപേരും ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരിക. ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പ്രൈസ് മണി ഗോകുവിന് നേരെ നീട്ടും. ഇത് എനിക്ക് കിട്ടിയ പ്രൈസ് മണിയാണ്, നിനക്ക് തരാനാണ് ഞാൻ വന്നത്. ഇതിൽ ജയിക്കേണ്ടത് നീയാണ്. എന്നെ കഴിഞ്ഞ് കൂടുതൽ പവർഫുൾ അത് നീ തന്നെയാണ്. അത് നമുക്ക് രണ്ടുപേർക്കും അല്ല, ഇവിടെയുള്ള എല്ലാവർക്കും അതറിയാവുന്ന കാര്യം തന്നെയാണ്. ആണെങ്കിൽ ക്യാഷിലായിട്ട് പറയും, നിങ്ങളുടെ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്, പക്ഷെ എനിക്ക് ഈ പണത്തിന്റെ ആവശ്യമില്ല. ഇത് ഡിസേർവ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണെന്ന് പറയും. മാസ്റ്ററിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ പണം വാങ്ങണമെന്നുണ്ട്, പക്ഷേ ഗോകു അത് അനുവദിക്കില്ല. ആ സമയം കഴിഞ്ഞ് നമ്മുടെ ഹാൻസം ബോയും ടീമും അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരും. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ്റെ അടുത്തേക്ക് വന്ന് അവന് കൈ കൊടുക്കും. സത്യത്തിൽ നിന്റെ ഫൈറ്റ് കണ്ട് ഞാൻ നിന്റെ വലിയ ഫാനായി മാറി. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ തല താഴ്ത്തി ഇപ്പോൾ അവനോട് സോറി പറയും. ഐ എം സോറി, ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണ്. പക്ഷേ ഹാൻസം ബോയ് ആണെങ്കിൽ അത് വലിയ കാര്യമാക്കി എടുക്കാതെ അടുത്ത മാച്ചിൽ ഞാൻ പകരം വീട്ടും, തീർച്ചയായിട്ടും നമുക്ക് അടുത്ത മാച്ചിൽ ഏറ്റുമുട്ടണമെന്ന് പറഞ്ഞ് പരസ്പരം പഞ്ച് ചെയ്യുകയാണ്. അത് കേട്ട് ഇപ്പൊ മാർഷൽ ആർട്സ് മാനും ഹാപ്പി ആയിട്ട് ഓക്കെ പറയും. മാസ്റ്റർ ആണെങ്കിൽ ഹാൻസം ബോയോട് പറയും, നിങ്ങൾ എൻ്റെ കൂടെ ട്രെയിനിങ് എടുക്കാനായിട്ട് തിരികെ വരികയാണോ, അതോ 3 വർഷം സ്വന്തമായിട്ട് ട്രെയിനിങ് എടുക്കാൻ പോവാണോ? ഹാൻസം ബോയ് ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മറുപടി പറയില്ല. മാസ്റ്റർ ആണെങ്കിൽ അതേ ചോദ്യം ഇപ്പോൾ മാർഷൽ ആർട്സ് മാനോട് ചോദിക്കുകയാണ്. നിന്റെ മാസ്റ്റർ ഇനി നിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്നോടൊപ്പം വന്നൂടെ? അതിന് മാർഷൽ ആർട്സ് മാൻ പറയും, ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മറ്റേതെങ്കിലും ഒരു സ്പേസ് നോക്കും. പക്ഷെ അതിനു മുൻപ് നമുക്കൊരു പാർട്ടി വെക്കണം. ആഘോഷമായിട്ട് നമുക്ക് ഈ ഒരു വിജയം ആഘോഷിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോകണമെന്ന് പറയും. അതിനെല്ലാവരും ഓക്കെ പറഞ്ഞ് റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. ഗോകു ആണെങ്കിൽ ഷോക്കാവും. അവനും എൻ്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി. ഓ നോ, എൻ്റെ ഡ്രാഗൺ ബോൾ അത് ആ സ്റ്റേഡിയത്തിന്റെ ഭാഗത്താണുള്ളത്. അതെനിക്ക് എത്രയും വേഗം പോയി കളക്ട് ചെയ്യണമെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും, നീ ഇപ്പോൾ ഇവിടെ വേണം, ഞാൻ അത് പോയി കളക്ട് ചെയ്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവനവിടുന്ന് ഓടും. ഗോകു ആണെങ്കിൽ മൊട്ടപ്പൻ ദൂരേക്ക് ഓടിപ്പോകുന്നത് അങ്ങനെ നോക്കി നിൽക്കും. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഭക്ഷണങ്ങളെല്ലാം തന്നെ ടേബിളിൽ എത്തിയിട്ടും മൊട്ടപ്പൻ മാത്രം തിരികെ എത്തിയിട്ടില്ല. തിരുന്നും അടുത്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഗോകു മാത്രം മൊട്ടപ്പന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞാൻ മൊട്ടപ്പൻ വന്നതിന് ശേഷം മാത്രമേ കഴിക്കുന്നുള്ളൂ, എനിക്ക് വിശക്കുന്നില്ല. അടുത്ത നിമിഷം ഗോകുവിന്റെ മനസ്സിലേക്ക് ചില ഇമാജിനേഷൻ വരികയാണ്. മൊട്ടപ്പൻ അവൻ എന്തോ ഒരു അപകടത്തിൽ പെട്ടുവെന്ന് ഗോകുവിന് തോന്നും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കാര്യം തിരക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ അതിന് മറുപടി പറയാതെ ഇപ്പോൾ ഉഷാറായിട്ട് ആ മത്സരം നടന്ന ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തും. ആങ്കർ ആണെങ്കിൽ ഒരു ഭാഗത്ത് വീണ് കിടക്കുകയാണ്. അതിന്റെ തൊട്ടടുത്തായി നമ്മുടെ മൊട്ടപ്പൻ. ഗോകു ആ കാഴ്ച കണ്ട് ഷോക്കായി മൊട്ടപ്പനെ താങ്ങിയെടുക്കും. ഉടനെ ആങ്കർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഒരു മോൺസ്റ്റർ ഇവിടേക്ക് വന്നു, അതിനുശേഷം മൊട്ടപ്പനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു ബോളുമായിട്ട് കടന്നു കളഞ്ഞു. ഗോകു ആണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൻ അനക്കമില്ല. മൊട്ടപ്പന്റെ ജീവൻ അത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഗോകു അവനാണെങ്കിൽ തകർന്ന് കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.